T20 ലോകകപ്പിൽ ഇന്ത്യൻ ബാറ്റിംഗിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറിയിരിക്കുന്ന വ്യക്തിയായി വെടിക്കെട്ട് ഓപ്പണറും ലോക 1 നമ്പർ ബാറ്ററുമായ അഭിഷേക് ശർമ്മ എത്തി. കുറച്ച് പരിക്കുകൾ കാരണം ഇതിനു മുൻപത്തെ മാച്ച് അഭിഷേക് കളിച്ചില്ലെങ്കിലും അതിനു മുൻപൊക്കെ തന്നെയും നന്നായി കളിക്കാൻ അഭിഷേകിന് സാധിച്ചു. പക്ഷേ ഇത് സഞ്ജുവിൻ്റെ ശാപമാണോ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ വീണ്ടും സഞ്ജുവിനെ മാറ്റി അഭിഷേകിനെ അതേ പൊസിഷനിൽ നിർത്തിയപ്പോൾ അഭിഷേക് കളിക്കുന്നില്ല. 2 തവണ ഡക്കായി പോവുകയായിരുന്നു. ടൂർണമെൻറ്റിൽ 2 മത്സരങ്ങൾ കളിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു അക്കൗണ്ട് തുറക്കാനായില്ല എന്നത് വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മുംബൈയിലെ വാങ്ഡയിൽ USA ആദ്യ കളിയിൽ ഡക്കായി ക്രീസ് വിട്ട അഭിഷേക് ഇപ്പോഴിതാ പാകിസ്ഥാനുമായുള്ള സൂപ്പർ പോരാട്ടത്തിലും ഫ്ലോപ്പായി മാറുകയായിരുന്നു. ഒരിക്കൽ കൂടി അക്കൗണ്ട് തുറക്കാനാവാതെയാണ് അദ്ദേഹം ക്രീസ് വിട്ടുപോയത്. പാക് നായകൻ സൽമാൻ അലി ആകെയാണ് അഭിഷേകിൻ്റെ വമ്പൻ വിക്കറ്റ് തന്നെ വീഴ്ത്തിയത്. അസുഖം കാരണം നമീബിയയുള്ള തൊട്ടുമുൻപത്തെ മത്സരത്തിൽ പുറത്തിരുന്ന ശേഷമാണ് പാകിസ്ഥാനെതിരെ അഭിഷേക് ശർമ്മ ഇന്ത്യൻ 11-ൽ തിരിച്ചെത്തിയത്. ഇതോടെ സഞ്ജു സാംസന്റെ സ്ഥാനവും നഷ്ടമായി. പേസർ ഷഹീൻ അഫ്രീദിയെ കാത്തിരുന്ന് ഇന്ത്യൻ ഓപ്പണർമാർക്ക് മുന്നിൽ ആദ്യ ഓവർ ഇറങ്ങിയെത്തിയത് പാക് നായകൻ സൽമാൻ അലി ആകെയാണ്. രണ്ടാമത്തെ ബോളിൽ സിംഗിളുമായി ഇഷാൻ ഇന്ത്യയുടെ അക്കൗണ്ട് തുറന്നു. തുടർന്ന് അഭിഷേകിന് സ്ട്രൈക്ക്. തുടർച്ചയായി 3 ബോളിൽ അഭിഷേക് റണ്ണൊന്നും എടുത്തില്ല. തൊട്ടടുത്ത ബോളിൽ അദ്ദേഹം പുറത്തുപോയി. ഒരു പുൾ ഷോട്ടിനായിരുന്നു അഭിഷേകിൻ്റെ ശ്രമം. പക്ഷേ ടൈമിംഗ് പാടെ തെറ്റിപ്പോയി. പാളി ചെന്ന് ബോൾ നേരെ മിഡ് ഓവറിൽ ഷഹീൻ അഫ്രീദിയുടെ കൈകളിലുമെത്തി. ഇതോടെ പാകിസ്ഥാന്റെ മുൻ ഓപ്പണിംഗ് ബാറ്റർ അഹമ്മദ് ഷഹ്സാദിൻ്റെ തന്നെ ആവശ്യമായി തന്നെ ഇത് മാറുകയും ചെയ്തു. ഡെക്കാവുമെന്നുള്ളൊരു പാക് ചാനലിനോട് സംസാരിക്കവേ അദ്ദേഹം പ്രവചിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വിക്കറ്റ് എടുക്കുക ഷഹീനായിരിക്കുമെന്ന് ഷഹദാസ് പറഞ്ഞു. എന്നാൽ വിക്കറ്റ് ലഭിച്ചത് ആഗയ്ക്കാണെന്ന് മാത്രം. കഴിഞ്ഞ വർഷം ഇന്ത്യൻ T20ക്കായി റൺസ് വാരിക്കൂട്ടിയ അഭിഷേക് ശർമ്മയുടെ ഫോമിൽ ഈ വർഷം വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. സഞ്ജുവിൻ്റെ കണ്ണുകൾ അല്ലെങ്കിൽ സഞ്ജുവിന് വിഷമം വന്നതിന് ശേഷമാണ് അഭിഷേകിന് ഇത്തരത്തിൽ ഭാഗ്യമില്ലാതെ പോകുന്നതെന്നാണ് പലരും പറയുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് പലരും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിന് പിന്നിലെ സംഭവമെന്നും അന്വേഷിക്കുന്നു. അവസാനമായി കളിച്ചിട്ടുള്ള 6 ഇന്നിങ്സുകളിലേതും കാണാൻ സാധിക്കുന്നു. 4ലും അദ്ദേഹം ഡെക്കായി മാറി. നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം അതുതന്നെയാണ്. ഒരു കളിയിൽ 68 റൺസും മറ്റൊരു കളിയിൽ 30 റൺസും എടുത്തു. എന്നാൽ ബാക്കി 4 കളികളിലും 0 0, 68, 0, 30, 0, 0 എന്നിങ്ങനെയായിരുന്നു. ഇതിനു മുൻപത്തെ മാച്ച് കളിച്ചില്ലെങ്കിലും അതിനു മുൻപത്തെ മാച്ചിൽ അഭിഷേകിന് 0 റൺസ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇത്തവണ വരുമ്പോൾ വെടിക്കെട്ട് ബാറ്റിംഗ് കാണാൻ സാധിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ച. എന്നാൽ ആ പ്രതീക്ഷയെല്ലാം അഭിഷേക് തെറ്റിക്കുകയായിരുന്നു. സഞ്ജുവിൻ്റെ കണ്ണീർ വീണതാണോ അഭിഷേകിൻ്റെ പ്രശ്നമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. സഞ്ജു പ്രാകിയാൽ അതെല്ലാവരും ഫലിക്കുന്നത് ഇത്തരത്തിലായിരിക്കും. ഇങ്ങനെയുള്ള മറുപടികളും കോമഡികളും വരുന്നുണ്ടെങ്കിലും ശരിക്കും അഭിഷേകിന് എന്താണ് സംഭവിച്ചതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. നന്നായി കളിച്ചുകൊണ്ടിരുന്ന ബാറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്നെന്തോ എവിടെയോ സംഭവിച്ചു. പരിക്ക് കാരണമായിരിക്കാം എന്നുള്ളൊരു കാര്യം കൂടി സംസാരിക്കുന്നുണ്ട്.